പ്രൈസ് ദി ലോർഡ്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് സൺഡേ സ്കൂൾ വിഭാഗത്തിലെ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നത്തെ 10ാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സൂര്യപിതാവേ, പിന്നെയും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ അങ്ങയുടെ പാതാന്തിയെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ സൂക്ഷിച്ചതിനായി സ്തോത്രം. ദൈവവചനം കർത്താവെ ഞങ്ങൾ പഠിച്ച് അങ്ങയുടെ ഹിതപ്രകാരം പ്രത്യാശ ചെയ്യുവാൻ കൃപ തരണം. ഇന്ന് നടക്കുന്ന ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങൾ സൂര്യപിതാവേ, ആമേൻ. ഓക്കെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. 10ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വേദപുസ്തകം അഥവാ ബൈബിളിനെ കുറിച്ച് ഒരു അവലോകനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. സത്യവചനത്തിൻ്റെ പേരുകൾ എന്താണ്, ബൈബിളിൻ്റെ പേരുകൾ എന്താണ്, അത് നമ്മൾ പഠിക്കണം. എന്തിനാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ പഠിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ പേരുകൾ, ആ ഓരോ പേരിൻ്റെയും അർത്ഥത്തിൻ്റെ അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്, തന്നെയല്ല ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ദൈവവചനത്തോട് കൂടുതൽ സ്നേഹവും ആദരവുമുള്ളവരായിട്ട് വളരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാണ് വചനം പഠിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ആ മനപാഠം കൂടെ പ്രാരംഭമായിട്ട് ഞാൻ പറയുന്നു. അത് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. നമുക്കൊക്കെ മനപാഠമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായിൽ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിഴിക്കും വരെ തുളച്ച് ചെല്ലുകയും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യങ്ങൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. കഴിഞ്ഞ 9 ക്ലാസ്സിലെയും മനപ്പാഠങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല കുട്ടികളാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കണം. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗമെന്ന് പറയുന്നത് ആവർത്തിച്ച് വായിക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും 119-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ പഠിക്കണം, അത് വായിക്കണം, അത് ഹൃദയസ്ഥമാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രാരംഭം? നമുക്കറിയാം, ലോക സംസ്കാരത്തിൽ ഗ്രന്ഥങ്ങളുടെ അഥവാ പുസ്തകങ്ങളുടെ പങ്ക് വലുതാണ്. അത് നമുക്കറിയാമല്ലോ അല്ലേ. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, കാവ്യങ്ങൾ ഇവയെല്ലാം വളരെ നമ്മൾ ആദരിക്കപ്പെട്ടതാണ്. കാരണം അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്, നിങ്ങൾക്കറിയാം. എന്നാൽ ഇവയൊന്നും ദൈവശ്വാസ്യം എന്നതിന് പേരിന് അർഹമല്ല. അത് ബൈബിൾ ആകട്ടെ, നമ്മുടെ വേദപുസ്തകമാകട്ടെ, ഇതിൻ്റെ എല്ലാം മധ്യേ ഏറ്റവും ഉയർന്ന ദൈവത്തിൻ്റെ വചനമായി അത് പരിലസിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ മുൻ പ്രസ്താവിച്ച പോലെ ഈ മറ്റ് ഗ്രന്ഥങ്ങളും എല്ലാം വളരെ മനോഹരമാണ്. ദൈവത്തിൻ്റെ വചനത്തെ പ്രത്യേകത, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ആധികാരികത. ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾ, കൽപ്പനകളാണ് തിരുവെഴുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം ദൈവവചനമാണ്. അതുതന്നെയല്ല, നൂറ്റാണ്ടുകളായി മനുഷ്യ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന ഇതുപോലെ ഒരു ഗ്രന്ഥമില്ല. ലോക സംസ്കാരത്തെ മുഴുവനായി സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ നാം ഇന്ന് പഠിക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ എഴുത്തുകാരും അതിൻ്റെ എഴുതപ്പെട്ട കാലവും നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം ദൈവവചനമാണ് എന്ന് നമുക്കറിയാം. മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് നമ്മൾ കേട്ടു. ദൈവ നിയോഗത്താൽ വിശുദ്ധ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ദാസന്മാരും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചെഴുതിയതും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതുമായ
ദൈവവചനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. BC 1500 മുതൽ AD 100 വരെയുള്ള 1600 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 40ഓളം എഴുത്തുകാരെ ദൈവം ഇതിൻ്റെ രചനയ്ക്കായി പരിശുദ്ധാത്മാ നിയോഗത്താൽ ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മോശ അതിൻ്റെ ആദ്യ എഴുത്തുകാരനും യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥകാരനുമാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക. പല നിലകളിലും പല സാഹചര്യങ്ങളിലും ഉള്ളവരായിരുന്നു അവരൊക്കെയും. ഇടയന്മാർ എഴുതിയിട്ടുണ്ട്, ഭരണകർത്താക്കൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്, യുദ്ധവീരന്മാർ എഴുതിയിട്ടുണ്ട്, പുരോഹിതന്മാർ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഗഭാക്കുകളായിട്ടുണ്ട്, വേദശാസ്ത്രികൾ, വിജ്ഞാനികൾ, രാജ്യതന്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആൾക്കാർ വരെ ഏതാണ്ട് 15ഓളം നൂറ്റാണ്ടുകൾ കൊണ്ട് പരസ്പരം അറിയാത്ത എഴുതിയ 66 പുസ്തകങ്ങൾ ആശയ ഐക്യം ഉള്ളതായിരിക്കുന്നത് എത്ര അത്ഭുതകരമാണ്. ഈ ബൈബിൾ ഏതാണ്ട് 1800-ലധികം ഭാഷയിൽ ഇപ്പോൾ തന്നെ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇത്രത്തോളം മനുഷ്യ സംസ്കാരത്തെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകം ഇല്ല. എല്ലാ മനുഷ്യനോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ എഴുത്തുകാർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല, ഒരേ രാജ്യത്തിൽ ജീവിച്ചവരല്ല. പല എഴുത്തുകാരും എഴുതി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരാളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുന്നേൽപ്പിച്ച് അത് എഴുതുന്നത്. വിവിധ നിലകളിലുള്ള സാധാരണക്കാർ മുതൽ രാജാക്കന്മാർ വരെ ഈ എഴുത്തിൽ ഓഹരിക്കാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇത്രത്തോളം പ്രചാരമുള്ള, ഇന്നും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തിൽ ഇല്ല. അത് തന്നെ അതിൻ്റെ ദൈവവിശ്വാസ്യതയെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുസ്തകമാണ്. ഈ വേദപുസ്തകം ചില പ്രത്യേകതകൾ നമ്മൾ 1, 2, 3 എന്നീ ക്രമത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിള് ഒരു പ്രവചന ഗ്രന്ഥമാണ്. വേദപുസ്തകത്തിലുള്ള നിരവധി പ്രവചനങ്ങൾ പ്രത്യക്ഷരം നിറവേറിയിട്ടുണ്ട് ഇന്ന് വരെ. ഇപ്പോഴും അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈ വസ്തുത ബൈബിൾ ദൈവവചനമാകുന്നത് എന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രവചനങ്ങൾ അതിനെ 5ആയിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വിശദമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, ലോകത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെക്കുറിച്ചും ജനതകളെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിനകത്ത് രൂഢമൂലമാണ്. 5-ാം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഏക ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്തായിത്തീരും, ജാതികളുടെ അനേക ജനതകളുടെ താഴ്ചയും ഉയർച്ചയും നമ്മൾ ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. സഭയുടെ രൂപീകരണവും അതിൻ്റെ ഉൽപ്രാപണവും, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, കുരിശുമരണം, ഉയർപ്പ്, പുനരാഗമനം, ഇസ്രായേലിൻ്റെ വളർച്ച, വീഴ്ച, ഉദ്ധാരണം, അവരുടെ ഭാവി, അതുപോലെ തന്നെ അനേക വിഷയങ്ങൾ ഈ ബൈബിളിലെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവചന ഗ്രന്ഥം എന്ന നിലയിൽ ബൈബിളിൻ്റെ സ്ഥാനം ഏറ്റവും ഉയർന്നതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. 2-ാമതായിട്ട് ബൈബിൾ ദൈവിക വിജയത്തിൻ്റെ ഗ്രന്ഥമാണ്. നമുക്കറിയാം, സൃഷ്ടിപ്പിൻ്റെ വിവരണത്തോടുകൂടി ആരംഭിക്കുന്ന ബൈബിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച്, അല്ലേ? അങ്ങനെയാണ് ലോകം മുഴുവൻ ഇങ്ങനെ പരാജയത്തിലേക്ക് പോയെന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയുടെ ശോചനീയമായ കഥ എത്രയെ പിന്നീട് നമ്മൾ കാണുന്നത്. ദൈവോദ്ദേശത്തിൽ നിന്നും പാപം മൂലം മനുഷ്യനും ഭൂലോകവും വ്യതിചലിച്ചു. പാപത്തിൻ്റെ കെടുതികളും വീണ്ടെടുപ്പിൻ്റെ ആവശ്യത്തെയും ബൈബിൾ വിവരിക്കുന്നു. എന്നാൽ അതിന് ഉപരിയായി വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു അവതരിച്ചു മനുഷ്യനെയും പ്രപഞ്ചത്തെയും വീണ്ടെടുക്കുന്ന വിഷയമാണ് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് നാം പറയുന്നു. ഈ ദൈവിക പദ്ധതിയുടെ വിജയമാണ് ബൈബിൾ ഘോഷിക്കുന്നത്. ബൈബിളിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവം എന്നുള്ളതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ
നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാര്യമാണ്. അതുപോലെ തന്നെ ബൈബിൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചതും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവജനം ദൈവത്തോളം ശക്തി ഉള്ളതാകയാൽ ബൈബിളിൻ്റെ സ്വാധീന ശക്തി നിസ്തുല്യമാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ വരുത്തുന്ന പരിവർത്തനം വളരെ അത്ഭുതകരമാണ്. നരപൂജിയെ നരസ്നേഹിയായും, അശുദ്ധനെ വിശുദ്ധനായും, സമാധാനരഹിതനെ സമാധാനപൂർണനായും, അസന്തുഷ്ടനെ സന്തുഷ്ടനായും, ദ്രവ്യാഗ്രഹിയെ ഔദാര്യ നിധിയാക്കുന്ന, ഇത് മൂർച്ചയേറിയ വാളിനേക്കാൾ തീഷ്ണവും പാറയെ തകർക്കുന്ന ചുറ്റിയേക്കാൾ ശക്തവും അത്രയെന്നാണ് യിരെമ്യാ പറഞ്ഞ 23-ാം അധ്യായം 20-ാം വാക്യവും എബ്രായ ലേഖനം 4:12 നമ്മൾ വായിക്കുന്നത്. ഈ അത്ര മധുരമായ ആ തേനിനേക്കാളും തെൻകട്ടയേക്കാളും മധുരമെന്നാണ് സങ്കീർത്തനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് സാക്ഷ്യമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ അനേകരുടെ വെളിച്ചവും വഴികാട്ടിയുമാണ്. 14-15 നൂറ്റാണ്ടുകളിൽ ലോകമാസകലം പ്രത്യേക യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെയും മത നവീകരണത്തിൻ്റെയും എല്ലാ മൂല കാരണം ബൈബിളിൻ്റെ വിവർത്തനവും പ്രചരണമായിരുന്നു. ഇത്രമാത്രം ലോക ചരിത്രത്തെയും വ്യക്തി ജീവിതങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള ബൈബിൾ പോലെ വേറൊരു ഗ്രന്ഥവുമില്ല. അത് നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുകയാണ്. അടുത്തത്, ബൈബിൾ വിശുദ്ധിയുടെ ഗ്രന്ഥമാണ്. ബൈബിൾ പോലെ പാപത്തെ അതിൻ്റെ തനിയായ രൂപത്തിൽ ഭയനിർദ്ദേശത്തോടുകൂടെ പ്രദർശിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം ഇല്ല. ബൈബിൾ വായിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ, നാം എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നു, പക്ഷേ ബൈബിൾ നമ്മളെ വായിക്കുന്നു. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. നാം വേദപുസ്തകം വായിച്ചു ചെല്ലുന്തോറും കുറെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, പാപങ്ങൾ, ഒന്നുമില്ലായ്മകളെല്ലാം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ. പാപത്തിൻ്റെ ഭയങ്കരതയും അതുപോലെ തന്നെ അതിൻ്റെ ഫലമായി യേശുക്രിസ്തു അതിനു വേണ്ടി കൊടുത്ത വിലയും അവനിലുള്ള വിശ്വാസത്താൽ ആശ്രയത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണവും വിശുദ്ധീകരണവും നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു സത്വർത്തമാനം കൂടെയാണ്. ഏത് പാപിയായ മനുഷ്യനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ കഴിയും, ശിക്ഷയിൽ ഒഴിവുള്ളവനാക്കി തീരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആമേൻ വിശുദ്ധ തിരുവെഴുത്ത്. തന്നെയില്ല, ബൈബിൾ ദൈവശ്വാസീയമായിരുന്നു. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകുന്നു എന്ന് നമ്മൾ തിമോഥെയോസിൻ്റെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇതിലെ വാക്കുകളോ ആശയങ്ങളോ മനുഷ്യൻ്റെ ഇഷ്ട അനുസരണം രൂപപ്പെട്ടതല്ല, പ്രത്യേകത ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് മനുഷ്യൻ സംസാരിച്ചതത്രേ. ബൈബിളിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള വാക്കുകൾ മാത്രമല്ലുള്ളത്, ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭൂതങ്ങളുടെയും പോലും വാക്കുകൾ ബൈബിളിൽ ഉണ്ട്. ദൈവിക ഉദ്ദേശത്തിൽ ദൈവാത്മ പ്രേരണയാൽ ദൈവിക നിയോഗപ്രകാരം ചേർക്കപ്പെട്ടിട്ടുള്ളവയായിരുന്നു ആകുന്നു ഇവയെല്ലാം. ദൈവമെന്ന പദം പോലുമില്ലാത്ത ചില പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കറിയാം 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. എസ്തറിൻ്റെ പുസ്തകത്തിലും ഉത്തമഗീതത്തിലും ദൈവമെന്ന ഒരു പദം പോലും ഇല്ല, പക്ഷേ അതും ദൈവവചനമായിട്ട് നിലനിൽക്കുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവയിലും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവിക വെളിപ്പാടുകൾ രേഖപ്പെടുത്തി എഴുത്തുകാരാൽ ഒരു പ്രത്യേക രീതിയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്ന വിധം അത് ദൈവശ്വാസീയമാണ് എന്നത് ബോധ്യപ്പെടുന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പദങ്ങൾക്ക് ദൈവശ്വാസീയതയുണ്ട്. വിലയേറിയ ആത്മീയ സത്യങ്ങൾ അവയുടെ അർത്ഥവ്യാപ്തിയിൽ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ വായിക്കുന്നത്, ബൈബിൾ ഒരു പരമാധികാര ഗ്രന്ഥമാണ്. അത് അതിൽ തന്നെ സമ്പൂർണ്ണമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ പരമാധികാരം നമ്മുടെ യുക്തിക്കും സഭയുടെ അധികാരത്തിനുമെല്ലാം അതീതമാണ്. ബൈബിൾ അനുശാസിക്കുന്നതും വ്യക്തമാക്കുന്നതുമായി യാതൊന്നും വിശ്വസിക്കുന്നതിനോ അനുസരിക്കുന്നതിനോ ബാധ്യമല്ല. പാരമ്പര്യങ്ങൾ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങൾ ഒന്നും ദൈവവചനത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുവാനോ പഠിക്കുവാനോ കഴിയില്ല എന്ന് ബൈബിൾ നമ്മളോട് നിഷ്കർഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസ
വേദപുസ്തകത്തിന് അനിഷ്ഠിതമായുള്ള ഏക പ്രമാണം ബൈബിളാണ്. ബൈബിളിനോട് വേറെ ഗ്രന്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കാനും അതിനെ അനുസരിപ്പാനും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. അത് കാരണം പൂർണ്ണമായ ദൈവിക വെളിപ്പാടാണ്. ഇബ്രായലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമായി കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. തന്നെയല്ല, ഈ വേദപുസ്തകത്തിൻ്റെ വിവിധ നിലകളിലുള്ള പേരുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വിവിധമായ ഈ മഹൽ ഗ്രന്ഥത്തിന് പല പേരുകളും നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമനുസരിച്ച്, അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ് ഓരോ പേരുകളും നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ്? ഒന്ന്, ബൈബിൾ, പുസ്തകങ്ങൾ എന്ന് അർത്ഥം വരുന്ന ബിബ്ലിയ എന്ന പേര് പഴയ നിയമത്തിൽ ലാറ്റിൻ ഭാഷയിലേക്കുള്ള ആദ്യ തർജിമയായ സെപ്റ്റുവജന്റിന് തിരുവെഴുത്ത് എന്നതിന് പകരമായി ഉപയോഗിച്ചു. ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടോടുകൂടി ഗ്രീക്ക് ഭാഷാ പിതാക്കന്മാർ വേദപുസ്തകത്തിന് പൊതുവെ ബിബ്ലിയ എന്ന പേര് ഉപയോഗിച്ച് തുടങ്ങി. ഇതിൻ്റെ ഇംഗ്ലീഷ് രൂപമാണ് ബൈബിൾ. ബിബ്ലിയ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ബൈബിൾ. നമ്മളത് വേദപുസ്തകം എന്ന് പറയുന്നു. 2, ഇത് ദൈവവചനം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ ദൈവത്തിൻ്റെ തിരുവായി മൊഴികളായതിനാൽ ഇതിന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യങ്ങളിലും അതോടെ പ്രവൃത്തി 6-2, 11-1 ഒക്കെ നമ്മൾ ഇതിനെ ദൈവവചനം എന്ന പേരോടുകൂടെ നമ്മൾ കാണുന്നു. 3, തിരുവെഴുത്തുകൾ. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് യഥാർത്ഥത്തിൽ ദൈവമാകയാൽ ഇതിന് തിരുവെഴുത്തുകൾ അഥവാ ദൈവത്തിൻ്റെ എഴുത്തുകൾ എന്ന് ഈ പുസ്തകത്തിന് പേര് പറയുന്നു. 4, അരുളപ്പാട് അഥവാ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. ഇബ്രായലേഖനം 5-12, യോഹന്നാന്റെ സുവിശേഷം 10-35 നമ്മൾ വായിക്കുന്നത് പോലെ ഇതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള അരുളപ്പാടുകളാണ് ദൈവവചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5-ാമത്തെ പേരാണ് യഹോവയുടെ പുസ്തകം. ഇതിൻ്റെ ഗ്രന്ഥകർത്താവും ഉടമസ്ഥനും യഹോവ തന്നെയാകയാൽ വേദപുസ്തകത്തിന് യഹോവയുടെ പുസ്തകം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. യെശയ്യാപ്രവചനം 34-ാം അധ്യായം 16-ാം വാക്യം. വേദപുസ്തകം അഥവാ ബൈബിൾ എന്ന മഹൽ ഗ്രന്ഥം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞത് അല്ല. ദൈവവചനത്തെ സ്നേഹിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മൾ പഠിക്കണം. ദിനംതോറും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. 1-ാം സംഗീതം നമ്മൾ വായിക്കുന്നല്ലേ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് ഇപ്പോഴും അതിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വേദപുസ്തകം വേണം നമ്മളെ നിയന്ത്രിക്കാൻ. ഒരു ദൈവപൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വചനം മുഖാന്തരം ദൈവവചനം പഠിക്കുവാനും ദൈവവചനം വായിക്കുവാനും വചനത്തിൽ വളരുവാനും ഇടയായി തീരട്ടെ. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവവചനങ്ങളാണ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് തിരുവചനത്തിനെ കുറിച്ച് അല്പം പഠിക്കുവാൻ, അധികാരികളെ കുറിച്ച് പഠിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം. പിന്നെയും ഞങ്ങൾ ക്ലാസ്സിനായി ചേർന്ന് വരുമ്പോഴും അവിടുത്തെ ചെറിയൻ്റെ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം. എല്ലാ മഹത്വവും അങ്ങേക്ക്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ഓക്കെ, സീ യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ദൈവം